ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കോൺവാലിലെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കോൺവാലെത്തിയിട്ട് ആദ്യ ദിവസം ആയതിനാൽ ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു എബൌട്ട് ട്രാൻസ്പോർട്ടേഷൻ. സെൻറ്റ് ഐവ്സ് ആണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. പിന്നെ സിറ്റി മാപ്പർ നോക്കി സെൻറ്റ് ഐവ്സിലേക്ക് ഒരു ബസ് അങ്ങ് പിടിച്ചു. സെൻറ്ററിൽ നിന്ന് ബസ് കിട്ടിയായിരുന്നേ. 3 പൗണ്ടാണ് ഒരാൾക്ക് ചാർജ് ആയി വന്നത്. സെൻറ്റ് ഐവ്സ് എത്തിയപ്പോഴത്തേക്കും വിശന്നൊരവസ്ഥയായി. പിന്നെ സിൻഡ്ര റെസ്റ്റോറൻറ്റിൽ കയറി തന്തൂരി മങ്കി ഫിഷും ഫ്രൈഡ് ചിക്കനും പിന്നെ ഫ്രൈസും ഒക്കെ അങ്ങ് ഓർഡർ ചെയ്തു. ഫുഡ് വന്നതും ഞങ്ങൾ യുദ്ധം അങ്ങ് തുടങ്ങി. വിലയൊക്കെ കത്തിയായിരുന്നെങ്കിലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ ഞങ്ങൾ കുറേ അന്വേഷിച്ച് നടന്നവിടെ, ബട്ട് നോ രക്ഷ. പിന്നെ കോർണിഷ് ഫുഡൊക്കെ അങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ച്. എന്നാലും സംഭവം പൊളിയായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഫുഡൊക്കെ അങ്ങ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ബീച്ചിലേക്ക് അങ്ങ് നടന്നു. പോളി ബീച്ച്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അറ്റ്ലാന്റിക് ഓഷനൊക്കെ കാണുന്നത്. എന്ത് ക്ലിയർ വെള്ളമാണെന്നറിയൂ. പിന്നെ പാറക്കെട്ടുകളൊക്കെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നതൊക്കെ പോളി സീനറിയാണ്. ഞങ്ങൾ കുറേ നേരം ബീച്ചിലൊക്കെ അങ്ങ് നടന്നു, വെള്ളത്തിലൊക്കെ കളിച്ച് കുറേ റീൽസൊക്കെ ചെയ്ത് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ വെള്ളത്തിനുണ്ടല്ലോ ഭയങ്കര തണുപ്പാണ്. ഐസ് വാട്ടർ പോലത്തെ വെള്ളം കടലിലൊക്കെ. വെള്ളത്തിൽ കുറച്ച് നേരം കളിക്കുമ്പോഴേക്കും കാലൊക്കെ അങ്ങ് മരവിക്കും. എന്തായാലും സമ്മറിലൊന്നുകൂടെ വരേണ്ടി വരും. എന്തൊക്കെ പറഞ്ഞാലും ഫിലിം സോങ് ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ലൊക്കേഷനാണ്. തക്കുവാണ് ഇവിടെ വന്നിട്ട് ഷാറൂഖ് ഖാൻ്റെ പോസൊക്കെ ചെയ്ത് റീൽസിനൊക്കെ വീഡിയോ ഒക്കെ സെറ്റാക്കി. അപ്പോഴേക്കും പെട്ടെന്ന് നല്ല വെയിലൊക്കെ വന്ന് സീനറി കുറേ കൂടെ ബ്യൂട്ടിഫുള്ളായി, കളർഫുള്ളായി. എന്ത് രസമാണെന്നറിയോ ഇവിടെ ഇങ്ങനെ വൈകിട്ടൊക്കെ ബീച്ചൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ. അയ്യോ, സമയം 5 മണിയായി. 6 മണിക്ക് ഇവിടെ രാത്രിയാവും. ഇപ്പോൾ സ്റ്റാൻഡ് വിട്ടാൽ രാത്രി ആവുന്നതിന് മുമ്പ് റിസോർട്ടിൽ കയറാം. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത ലൊക്കേഷനുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.